ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. കാരണം ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ. 21 എടുത്തിട്ടുള്ള വീഡിയോയാണ്. വേറെ ഒന്നുമല്ല, പാത്തുൻ്റെ സ്കൂളിൽ ഇന്ന് പോകണ പരിപാടിയൊക്കെ ആണല്ലോ. അപ്പോൾ സദ്യയുടെ പരിപ്പ് കയറി 2 പേര് ചേർന്നിട്ടാണ് കേട്ടോ. അപ്പം ഞാനും വേറൊരു പേരൻറ്റും കൂടെ ചേർന്നിട്ടാണ്. അപ്പം വെച്ച് കൊടുക്കുന്ന ഏർപ്പാടാണ് എനിക്കുള്ളത്. ആ ജോലിയാണ് എൻ്റെ ജോലി. എന്നാലും എനിക്ക് ടെൻഷനാണ് കേട്ടോ. അപ്പോൾ 1.5 കിലോ പയറുണ്ടല്ലോ, അപ്പോൾ അത് വേവിച്ചൊക്കെ എടുക്കണ്ടേ, ആ ടൈം വേണം നമുക്ക്. പിന്നെ എൻ്റെ ജോലികൾ ഒതുങ്ങണം, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പാത്തുക്കുട്ടിയെ രാവിലെ ഞാൻ സ്കൂളിൽ കൊണ്ടങ്ങ് ആക്കും. പിന്നെ വന്നതിന് ശേഷമാണ് കറിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ അവൾക്ക് സദ്യ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനിങ്ങ് വരും. അങ്ങനെയൊക്കെയാണ്, അവളെയും കൂട്ടിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. രാവിലെ ഞാൻ കാപ്പിക്ക് വേണ്ടിയിട്ട് ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറുപയർ എടുത്തങ്ങ് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്നലെ വൈകുന്നേരം ഇടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, അതിൻ്റെ ആവശ്യമില്ലല്ലോ, രാവിലെ ഇട്ടാൽ മതിയല്ലോ, ചെറുപയറല്ലേ. അപ്പോൾ രാവിലെ അങ്ങ് എടുത്തങ്ങ് ഇട്ട കുക്കർ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന മറ്റൊന്നുമില്ല കേട്ടോ. അതിന് നല്ലതുപോലെ കമ്പി വെച്ച് തേച്ചൊരച്ച് കഴുകിയെടുക്കണം. തലേന്ന് തോരൻ വെച്ചതാ അങ്ങ് കരിഞ്ഞു പോയി. ഞാനതങ്ങോട്ട് ശ്രദ്ധിച്ചതുമില്ല, ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് അടുപ്പിലിരുന്നങ്ങ് കരിഞ്ഞു. പിന്നെ അത് നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകിയെടുക്കാൻ പറ്റിയില്ല. ഇനി നല്ലതുപോലെ അത് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. അതാണ് ആ കരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഇത് എടുത്തെടുത്തിന് ചോദിക്കേണ്ടെന്ന് എഴുതി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ മാവൊക്കെ നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ 2-3 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഡലി തട്ടി തന്നെ ഞാൻ വെച്ച് കൊടുത്ത് പുഴുങ്ങാനായിട്ട്. അപ്പോൾ മേളിൽ ഇടിയപ്പം ആവിയും കയറും, അതിനോടൊപ്പം തന്നെ മുട്ടയും കൂടെ പുഴുങ്ങി കിട്ടുമല്ലോ, ഒരു വെടിക്ക് 2 പക്ഷി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട എടുത്ത് വെച്ച് കൊടുത്തത്. പിന്നെ മാവ് സേവനാഴിയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ ഞാൻ ചില ചാനലിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ, ഇടിയപ്പത്തിന് തേങ്ങ ഇടാതെ വെറുതെ അവരിങ്ങനെ പീച്ചെടുക്കുന്നത്. ഇവിടെ ഉമ്മ അങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ അടിയിലും മേളിലും ഇട്ട് കൊടുക്കും. ആദ്യം തട്ടിലിട്ട് കൊടുക്കും, അച്ചിലുണ്ടല്ലോ ഇതിലിട്ട് കൊടുക്കും. അതിന് ശേഷം മാവ് പീച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലും കൂടെ കുറച്ച് വെതറി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. ശരിക്കും ഞാൻ ഇങ്ങനെ വാഴയിലയിലേക്ക് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ് വാഴയിലക്കകത്ത് നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ. രാവിലെ പിന്നെ പോയി വാഴയിലൊക്കെ വെട്ടിയെടുക്കാൻ വയ്യ, അതിനുള്ള സമയമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇതേ തട്ടി തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്നതിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് 2 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ ആളുകളെ വയറ് നിറയും. നല്ലതുപോലെ വീശപ്പം പോലെ നമ്മൾ പരത്തിയല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 എണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും മതിയാവും. അതൊരു എളുപ്പ പണിയാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. പിന്നെ ഇനി വാഴയില വെട്ടാൻ അങ്ങ് താഴെ പോകണം. അതുപോലെ കാട് പിടിച്ച് കിടക്കുമോ, പേടിയാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ തട്ടിൽ നമ്മൾ പീച്ചെടുത്തു. 2ാമത്തെ തട്ടിലും അതുപോലെ തന്നെ മാവ് പീച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും അതുപോലെ അതായത് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം അനിയത്തി അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കറിയൊക്കെ ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങ് ഇടിയപ്പം അടുപ്പിലോട്ടാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കറിയുടെ കാര്യം ചെയ്യാവേ. അപ്പോൾ ആദ്യത്തെ തട്ട് വെച്ചു, 2ാമത്തെ തട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ വലിയ ഇടിയപ്പത്തട്ടാണ് കേട്ടോ. ഇതിൻ്റെ ചെറുതിരിപ്പുണ്ട്, തീരെ ചെറുതിരിപ്പുണ്ട്. അത് ഞാൻ എടുത്തില്ല, കാരണം മെനകെട്ട പരിപാടി. അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം അങ്ങനെ വേസ്റ്റായി പോകത്തില്ലേ. അതുകൊണ്ട് ഈ 2 പ്രാവശ്യം ഞാൻ തട്ടിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഇടിയപ്പം അത് മതിയായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഇത് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു മഴക്കോട് വന്നു കേട്ടോ, ചെറുതല്ല, നല്ല രീതിയിൽ ഇരുട്ട് മൂടി വന്നിട്ട് പിന്നെ അങ്ങ് എന്തോ ഒരു ഭാഗ്യത്തിന് മഴക്കോൾ അങ്ങ് മാറി നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ദിവസം പിന്നെ മഴയൊന്നും അങ്ങനെ പെയ്തില്ല, ഇടയ്ക്കൊന്ന് ചാറി അങ്ങനെ അങ്ങ് പോയി, അല്ലാണ്ട് മഴയൊന്നും പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തട്ടിലെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വാഴയില പോയി വെട്ടിക്കൊണ്ട് വന്ന് തട്ടിയിട്ടെങ്കിലും സമാധാനിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചൂടോടുകൂടി ആ ഇലക്കകത്ത് തട്ടി ഒരു ഇച്ചിരി നേരം അങ്ങ് അടച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്ത് എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ആ എണ്ണ തടവി കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ, അച്ചിലെ ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇളകി വരാൻ ഒരു ഇച്ചിരി പാടുണ്ടായിരുന്നു. പിന്നെ 2ാമത് ഞാൻ പീച്ച് വെക്കുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടാണ് പീച്ച് എടുത്തിട്ടുള്ളത്. അപ്പം രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന്
സ്വലാത്ത് ചെല്ലുകയാണ് കേട്ടോ. സ്വലാത്ത് ചെല്ലുന്ന മാത്രമല്ല, കാര്യം പറയും തസ്ബീഹ് എണ്ണും, കാര്യം പറയും തസ്ബീഹ് എണ്ണും, അങ്ങനെയാണ് വാപ്പുമ്മ. അപ്പോൾ എന്തായാലും ദേ ഞാൻ കുക്കറൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്ന് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മൾ സവോള അതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പാത്തുവിന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. ഇടിയപ്പം വേണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് പറയുന്നേ. അപ്പോൾ ഇവിടെ എന്നും അപ്പവും ദോശ ഇഡ്ഡലി, അപ്പം ദോശ ഇഡ്ഡലി, ചിലപ്പം പുട്ടായിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാപ്പി ആയതുകൊണ്ട്, ഞങ്ങൾ ഈ കൊല്ലംകാർ കാപ്പി എന്ന് പറയുന്നത് രാവിലെ ചായക്കടിക്ക് പറയുന്ന പേരാണ് കാപ്പി എന്ന് പറയുന്നത് കേട്ടോ. കാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്, കാപ്പി എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന കാപ്പിക്കല്ലേ കാപ്പി എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിക്കുന്നതിനും കാപ്പി എന്നാണ് പറയാറ്. രാവിലെ എന്താ കാപ്പി എന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ചോദിക്കാറ് ഇവിടെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മുട്ട പുഴുങ്ങി ഞാനതൊന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ അവിടെ സെറ്റാക്കി മുട്ടയ്ക്കകത്തിട്ട് മിക്സാക്കി എടുത്തു. ഇതേ എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഇടിയപ്പം ആയതുകൊണ്ട് ഞാനും അങ്ങ് കഴിച്ചു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ. അപ്പം ഞാനങ്ങ് കഴിച്ചു. പിന്നെ പാത്തുക്കുട്ടിയെ ഒരുക്കി ഇതേ കണ്ടില്ല, ഇതാ ഓണക്കോടി എന്ന് പറയാൻ പറ്റത്തില്ല, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ അവൾക്ക് ഓണക്കൊടി വേണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് അന്നങ്ങനെ ഇട്ട് പിന്നെ 1-2 പ്രാവശ്യം കൊണ്ട് ഇട്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് തന്നെ അങ്ങ് ഇട്ട് കൊടുത്ത് വിട്ടു. അപ്പോൾ അവർക്കിങ്ങനെ തിരുവാതിര കളി കൊച്ചുങ്ങൾക്കുള്ള പരിപാടി എന്തൊക്കെയാണ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനധികം അങ്ങനെ കാണാനൊന്നും നിന്നില്ല. അങ്ങനെ ഇച്ചിരി നേരം ഒന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് വന്നിട്ട് വേണമല്ലോ പരിപ്പൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്ന് അത്തപ്പൂക്കളത്തിൻ്റെ ഫോട്ടോയും വീഡിയോയൊന്നും അപ്പോഴും എടുക്കാൻ പറ്റില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് കൊച്ചിനെ കൊണ്ടാക്കുന്ന സമയത്ത് അവരവിടെ എല്ലാം റെഡി ആക്കുമായിരുന്നു കേട്ടോ. സാധാരണ രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. ആ സമയത്ത് അത്തത്തിൻ്റെ കാര്യങ്ങൾ, അത്തപ്പൂക്കളത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ഫോട്ടോയും വീഡിയോസൊക്കെ ഇഷ്ടം പോലെ എടുക്കാമായിരുന്നു. ഇപ്രാവശ്യം പാത്തുവിനെ നിർത്തിയൊന്നും ഞാൻ ഫോട്ടോയും വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ചെല്ലുന്ന സമയത്ത് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഈ പിള്ളേർ കളിക്കുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഇനി ചെന്നിട്ട് വേണമല്ലോ പരിപ്പ് കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് എടുപിടി ചടപടി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്തുവിൻ്റെ അടുത്ത് ബൈയും പറഞ്ഞ് അങ്ങ് പോയി. ആദ്യമൊക്കെ ആളിന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അമ്മച്ചി ഇപ്പോൾ പോകണ്ട അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനിങ്ങ് വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ആദ്യം തന്നെ മീൻകറി അങ്ങ് വെക്കും കേട്ടോ. കാരണം ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കറിയും കാര്യങ്ങളും വെച്ചിട്ട് വേണമല്ലോ എനിക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ മീൻകറി വെക്കാനായിട്ട് അങ്ങ് പോവുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരപ്പ് ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. മുളക് കറി കേട്ടോ വയ്ക്കുന്നത്, തേങ്ങ അരച്ചല്ല. അയല മീനായിരുന്നു, ഒരു ഇച്ചിരി ഉടഞ്ഞ മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങ് പുളി വെക്കാമെന്ന് വിചാരിച്ചു, അതായത് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച്. കപ്പ കൊണ്ട് വെച്ചിട്ടുണ്ട് വാപ്പ, അപ്പോൾ അതും കൂടി ഒന്ന് പുഴുങ്ങിയെടുക്കാം, വേവിക്കുന്നില്ല, അങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അരപ്പൊക്കെ അരച്ച് വെച്ചത് കൊണ്ട് ഇത് എണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വന്ന മീനും കൂടെ ഇട്ട് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഇനി പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണേ. പുഴുങ്ങിയെടുക്കണം, 2 പ്രാവശ്യമായിട്ടിട്ടേ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുക്കർ അത്ര വലിയ കുക്കറല്ലല്ലോ, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് പുഴുങ്ങിയെടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അങ്ങ് അടുപ്പിലോട്ടാക്കി തേങ്ങ അനിയത്തി തിരുമ്മി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതെനിക്ക് കാര്യമായി. അങ്ങനെ തേങ്ങയൊക്കെ അവൾ നിന്ന് തിരുമ്മി തന്നത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പരിപ്പ്, അതായത് ചെറുപയർ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഉണ്ട് പുഴുങ്ങാൻ വേണ്ടി, ഒരു ട്രിപ്പും കൂടെ പുഴുങ്ങിയെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കുക്കറിലോട്ടങ്ങാക്കി നേരത്തെ പോലെ അതുപോലെ തന്നെ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരയ്ക്കാനും നമ്മളതുപോലെ തന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഒക്കെ അതിനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതേ പയറൊക്കെ വേവിക്കാൻ വെച്ചപ്പോൾ ഇതേ അനിയത്തി കപ്പയൊക്കെ വെട്ടിത്തരികയാണ് കേട്ടോ. നല്ല പുകയുണ്ട് അടുക്കളയിലാണെങ്കിൽ, നല്ലതുപോലെ പുകയുന്നുണ്ട് അടുപ്പ് കേട്ടോ. അതാണ് അവൾക്ക് ആ ദേഷ്യം മുഖത്ത് കാണുന്നത്. ഞാൻ പിന്നെ ഇതേ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നും നേരത്തെ അരിയാണ് നമ്മൾ അടുപ്പിലോട്ട് ഇടുന്നത്, പക്ഷേ ഇന്ന് കുറച്ച് താമസിച്ചിട്ട് അരിയാണ് ലാസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മിക്ക പണികളും ഗ്യാസിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതേ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പയറിൻ്റെ അരപ്പൊക്കെ കൂട്ടി നല്ലതുപോലെ ഇളക്കി മിക്സാക്കി ഒന്നും കൂടി അടുപ്പിലോട്ട് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടുകൊക്കെ താളിച്ചൊഴിച്ച് അതങ്ങ് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ പകർന്നൊഴിച്ച് വെച്ച് കേട്ടോ, കൊണ്ടുപോകാൻ പാകത്തിന്. അപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ആകുമ്പോൾ സദ്യ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം 12:30 1 മണിക്കകത്ത് സദ്യ കൊടുത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ വെപ്രാളപ്പെട്ടാണ് എല്ലാം ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് പിള്ളേരുടെ പരിപാടിയൊക്കെ നടത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചെല്ലുന്ന സമയത്ത്.
അപ്പോൾ പിന്നെ ഒരു ആശ്വാസമായി. അയ്യോ എൻ്റെ ടെൻഷൻ ഞാൻ താമസിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഇത് അങ്ങനെ എത്തിക്കണമല്ലോ, അതിന് ഞാൻ താമസിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പം ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ മീനൊക്കെ വറുക്കാൻ വേണ്ടി അയലയായിരുന്നല്ലോ, അപ്പോൾ അത് ഇച്ചിരി ഉടഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കൂടുതലായിട്ട് ഞാൻ വറുക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആ വിധത്തിലായിട്ടുണ്ട് ഉടഞ്ഞ്. പിന്നെ മസാലയൊക്കെ പുരട്ടി ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഞാൻ കൂടുതൽ അരച്ചെടുത്തിട്ടുണ്ട് പൊരിക്കാനായിട്ടേ, ഉടഞ്ഞതല്ലേ അതുകൊണ്ട്. പിന്നെ ഈ അയലയിൽ സാധാരണ ആളുകൾ പറയുന്നത് മസാല പിടിക്കാൻ ഇച്ചിരി പാടെന്നല്ലേ, അതിനെ വെളിച്ചെണ്ണയ്ക്കകത്ത് മസാല പുരട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ദേഹം നിറച്ചങ്ങ് മസാല പിടിച്ചോളും നല്ലതുപോലെ. വെള്ളത്തിൽ ഇങ്ങനെ മസാല തേച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം പിടിക്കത്തില്ല മീനിൽ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് മസാല തേച്ചെടുത്ത് കഴിഞ്ഞാൽ പൊരിക്കാനും അത്രയ്ക്ക് എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ പുറത്ത് എണ്ണയുണ്ടല്ലോ അതുകൊണ്ട്. പിന്നെ ചീനിയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് കാന്താരി മുളകും പൊട്ടിച്ചുകൊണ്ട് വന്ന് മുളകും കൂടെ ഉടച്ച് ഇവിടെ എല്ലാവർക്കും അതങ്ങ് കൊടുത്ത് കുളിച്ച് ഞാൻ നേരെ അങ്ങ് സ്കൂളിലോട്ടും പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഹൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നാളെ കാണാം കേട്ടോ. അപ്പോൾ ബായ്, അസ്സലാമു അലൈക്കും.